നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ആ ശരി സർ. ഓക്കെ. ഇപ്പൊ ഓക്കെ അല്ലേ അച്ഛൻ? ഞാൻ പറഞ്ഞില്ലേ, സമാധാനമായില്ലേ? അച്ഛൻ കഴിക്കേ. അമ്മ സമ്മതിച്ചെന്ന് കേട്ടപ്പോ അവർക്ക് വലിയ സന്തോഷമായി. നാളെ തന്നെ പൊരുത്തം നോക്കാൻ പോവാന്ന് പറഞ്ഞിരിക്കുക. ഓ, അവര് പൊരുത്തം ഒന്നും നോക്കാൻ പോകുന്നില്ല. അതിലെന്തെങ്കിലും പൊരുത്തക്കേട് കണ്ടാ ജോലിച്ചിട്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഇന്ദുവിന്റെ കല്യാണം നടത്താൻ പറ്റും? പിന്നെന്തിനാ അമ്മ സത്യേന്റെ ജാതകം അയച്ചു കൊടുക്കാൻ ഇന്ദ്രനോട് പറഞ്ഞത്? ആ, അത് പിന്നെ അവരുടെ സ്വത്തും പണവും കൊണ്ട് നമ്മൾ എടുത്തു ചാടി കല്യാണത്തിന് സമ്മതിച്ചെന്ന് തോന്നരുതല്ലോ. ആ പിന്നെ ഇനി കല്യാണം കഴിഞ്ഞ ശേഷം അവര് തമ്മിൽ വല്ല പൊരുത്തക്കേടും ഉണ്ടായ നമ്മള് ജാതകം നോക്കാൻ ഏൽപ്പിച്ചാണെന്ന് പറയാലോ. നമ്മൾ പറഞ്ഞതുകൊണ്ട് അവരെന്തായാലും ജാതകം നോക്കിയിരിക്കുമേ. ആദ്യം സച്ചി സാർ പറഞ്ഞത് ഇന്ദുവിന്റെ ജാതകക്കുറിപ്പ് എനിക്ക് അയച്ചു തരാമെന്ന. നമ്മൾ പോയി ജോലിസരെ കണ്ടാൽ മതിയെന്നാ. ആ, അവര് നോക്കുന്നെങ്കിൽ നോക്കട്ടെ. എടാ, നീ ബാക്കി കാര്യങ്ങൾ പറ. മറ്റന്നാൾ നിശ്ചയം നടത്തണമെങ്കിൽ നാളെ എല്ലാം ഒരുക്കി വെക്കണം. അല്ല, അനുവേട്ടത്തെ എല്ലാത്തിനും പങ്കെടുക്കണമെന്നല്ലേ സത്യേട്ടൻ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഇന്ദ്രേട്ടൻ പോയി നാളെ തന്നെ ഏട്ടത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അതെന്തിനാ? മറ്റന്നാൾ ഉറപ്പ് കൊടുക്കുന്നതിനും അവള് വേണോ? ഉറപ്പ് കൊടുക്കലെന്ന് പറഞ്ഞ നിശ്ചയല്ലേ അമ്മേ. ഇനി വെറും പെണ്ണുകാണൽ ചടങ്ങിനാണെങ്കിൽ പോലും ഏട്ടത്തെ ഇല്ലാതെ സത്യേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അമ്മേ, സത്യന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അവൻ ഉടക്കും. ഇനി ഈ കല്യാണം നടക്കാതിരുന്നാൽ അമ്മയ്ക്കൂടി അതിന്റെ നാണക്കേട്. അതുകൊണ്ട് നമുക്ക് നാളെ പോയി അനുവിനും മോനെയും കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ സത്യന്റെ കല്യാണക്കാര്യം നമുക്ക് അവിടെ എല്ലാവരോടും പറയുകയും ചെയ്യാമല്ലോ. അതൊന്നും വേണ്ട. ഒരവസരം കിട്ടിയ കുടുംബം മൊത്തം ഇങ്ങോട്ട് ഒഴുകി വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോ. അനുപമ ഉണ്ടാവണമെന്നല്ലേ സത്യം പറഞ്ഞുള്ളൂ. അവളെ ഞാനും ഭാനുമ്മയും കൂടി പോയി ക്ഷണിച്ചോളാം. നീ വരണ്ട. നിനക്കിവിടെ വേറെ ഒരുപാട് ജോലി കാണും. നീ സത്യന് ഒരു മോതിരം പടിയൻ ഏർപ്പാട് ചെയ്യണം. ആ, നിശ്ചയത്തിന്റെ അന്ന് മോതിരം മാറൽ ചടങ്ങൂടി അങ്ങ് നടത്തിയേക്കാം. അതൊരുറപ്പാ. ശരി, എന്നാ പിന്നെ അമ്മയും ഭാനുവും അമ്മയും കൂടെ രാവിലെ വെക്കോ. സോനെ, നീ ശ്യാമിനോടും പറഞ്ഞേക്കണം മറ്റന്നാൾ നിശ്ചയത്തിന് പോണോന്ന്. ശരി ഏട്ടാ. ഇതെന്താ എടി, അമ്പിളി, അമ്പിളി പെട്ടെന്ന് ബാഗ് ഒന്ന് റെഡിയാക്കി വെക്ക്. അനു, കുറച്ച് വെള്ളം നിർത്തേ. രഘുവേട്ട, ആ ഫോണൊന്നും എടുത്തിട്ട് പോയിക്കൂടായിരുന്നോ? അച്ഛൻ മുമ്പ് രഘുവേട്ടനെ അന്വേഷിച്ചു. അപ്പോഴാ ഫോൺ ഇവിടെ വെച്ചിരിക്കാന്നറിഞ്ഞ. ഞാൻ എടുക്കാൻ മറന്നു അമ്പിളി. ഞാൻ സ്ഥലത്തുണ്ടായിട്ട് ആക്സിഡന്റ് കിടക്കുന്ന ദിനേശിനെ പോയി കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ? പോയിട്ട് സമയം എത്ര രഘുവേട്ട? വേഗം ഒന്ന് ഇങ്ങോട്ട് വന്നൂടെ? അല്ല, ദിനേശൻ രഘുവേട്ടന്റെ അടുത്ത കൂട്ടുകാരനല്ലേ ചേച്ചി? പോയിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിക്കാതെ എങ്ങനെയാ വരുന്നേ? അത് മാത്രമല്ലോ, അവന്റെ അവസ്ഥ വളരെ മോശമാ. കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കണമെന്നുണ്ട് എനിക്ക്. ആ, മഞ്ചാടിയെ കോളേജ് വിടേണ്ടതുണ്ടാവും. അമ്മാവൻ വേഗം ഇറങ്ങിയല്ലേ? അത് മാത്രമൊന്നല്ല രഘുവേട്ട, അച്ഛന് വേറെന്തൊക്കെയോ കണക്കൂട്ടലുകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചീരുവിനെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ചീരു ഓർക്കൊപ്പം പോയോ? ആന്തിനാനു? എനിക്കറിയില്ല രഘുവേട്ട. ചിലപ്പോ വക്കീലിന്റെ അങ്ങോട്ടേക്ക് ചെന്ന് ഡിവോഴ്സ് കേസിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും. ആദ്യമൊക്കെ അച്ഛൻ എന്തുണ്ടെങ്കിലും നമ്മളോടൊക്കെ പറയുന്നതാ. ഇപ്പോ രഘുവേട്ടനോട് പോലും ഒന്നും അങ്ങോട്ട് വിട്ടു പറയാത്തത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വക്കീലിനെ കാണാൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ചീരുവിനെ കൊണ്ടുപോകേണ്ട കാര്യം എന്താ?
വിനയേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാനായിരിക്കും. അതാ എന്റെ സംശയം. അച്ഛന് കോംപ്രമൈസിന്റെ വഴിയല്ലേ അറിയൂ. പ്രത്യേകിച്ച് ചീരിവെച്ച് വീണ്ടും പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് അതാ നല്ലതെന്ന് അച്ഛന് തോന്നിക്കാണും. ദേ, നീ നമ്മുടെ അച്ഛനെ അത്ര വില കുറച്ചൊന്നും കാണല്ലേ. അച്ഛൻ പോകുമ്പോ നിന്നെ ശബരിയുടെ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞോണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞതില് എന്താ ചേച്ചി തെറ്റ്? ശബരീട്ടന്റെ വീട്ടിലേക്ക് ഞാൻ ഇനി തിരിച്ചു പോയില്ലെന്ന് പറഞ്ഞപ്പോ വീണ്ടും വീണ്ടും എന്നെ അതിന് നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? നിർബന്ധിച്ച എന്താടി? ഞങ്ങളൊക്കെ നിന്റെ പല കാര്യത്തിൽ നിന്നും നിർബന്ധിച്ച് മാറ്റിയെടുത്തതുകൊണ്ടാ നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് പോലും. അത് നീ മറക്കണ്ട. മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ അച്ഛന്റെ പ്രാർത്ഥനയുടെ ഫലമാ ശബരിയെ പോലൊരു ഭർത്താവിന് നിനക്ക് കിട്ടിയത്. എന്നിട്ട് ഇപ്പൊ നീ അച്ഛനെയും ഭർത്താവിനെയൊക്കെ ചവിട്ടി താഴ്ത്താൻ നോക്കുക അല്ലേ? അമ്പിളി മതി. ശബരി എത്ര നല്ലവനായാലും അവന്റെ വീട്ടുകാർ വലിയ കുഴപ്പക്കാരാണെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ. പക്ഷെ നീ ഇപ്പൊ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു സംസാരിച്ച് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. അത് നല്ലൊരു കാര്യല്ലേ മോളെ. വേണമെങ്കിൽ ചേച്ചി നിങ്ങളുടെ കൂടെ വന്നോളും. എങ്ങനെയെങ്കിലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവട്ടെ മോളെ. നമ്മുടെ അച്ഛനത് വലിയൊരു ആശ്വാസമായിരിക്കില്ലേ? അത് പനിച്ചേച്ചി ഇന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് പോയാലും നമ്മുടെ അച്ഛന് ആശ്വാസമായിരിക്കും. എന്നിട്ടെന്താ ചേച്ചി പോവാത്തെ? എടിയടി, നീ ആരടി ഇങ്ങനെയൊക്കെ പറയാൻ? അല്ല, നീ ആരെ കണ്ട ഈ നെകളിക്കുന്നേ? നീ നിന്റെ അഹങ്കാരം കൊണ്ട് ഇറങ്ങി വന്നവളാ. പക്ഷെ അനു അങ്ങനെയല്ല. സഹിക്കാവുന്നതിന്റെ അപ്പുറം ഇവള് സഹിച്ചിട്ടും ഇവളെ അവരെ ഇറക്കി വിട്ടതാ. ചേച്ചി വേണ്ട. ചേച്ചി ദയോടൊന്നും സംസാരിക്കല്ലേ. നമുക്ക് ഈ വിഷയം അവിടെ വെച്ച് നിർത്താം. രഘുവേട്ടൻ ഓഫീസിലേക്ക് പോകുന്നില്ലേ? എനിക്ക് പോണം. ഞാനവിടെ ചെല്ലുമ്പോ ശബരിയെ കാണാൻ ഇടയുണ്ട്. അവൻ നിന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്തു പറയണതേ? ദേ ഇവിടെ ജീവനോട് ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി രഘുവേട്ടാ. രഘുവേട്ടാ, വാ മോളെ, വാ. ദാസ് വന്നല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ലല്ല, ഇതാരൊക്കെയത്? മക്കളെ കൊണ്ട് രൂപയൊക്കെ വിളിച്ച് പറയണ്ടെന്നാ? അതിന്റെ ആവശ്യം എന്തിനാ? ദാസ് സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയായിരുന്നു. എപ്പോഴെങ്കിലും കയറി വരാമല്ലോ. അതെയോ? വേണ ഇരിക്കേ മോളെ. ആ ബാഗ് അങ്ങോട്ട് വെച്ചോ. മോളെ ഇരിക്കേ. ആദ്യം നമുക്ക് ഒരു ചായ കുടിച്ചാലോ? കിച്ചണിൽ ശാന്തമ്മയുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോഴൊക്കെ അവര് വരും. ഈ ഹോട്ടൽ ഫുഡ് കഴിച്ച് മടുത്തുണ്ടെന്നാ. ശാന്തമേ, ഗസ്റ്റ് ഉണ്ട്. 4 സ്ട്രോങ് ചായ. ഇനി പറ, എന്താണ് ഒരു സർപ്രൈസ് വിസിറ്റ്? മഞ്ചാടി മോൾ ഇന്നു മുതല് വീണ്ടും കോളേജിൽ പോയി തുടങ്ങുക. ഇവൾക്ക് വേണ്ടി ഞാൻ ഹോസ്റ്റലൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. അതിലെനിക്ക് താല്പര്യമില്ല. മഞ്ചാടിയെ ഡിഗ്രി കഴിയുന്നതുവരെ നീ ഇവിടെ നിർത്തി പഠിപ്പിക്കണം ദാസ്.